ഹലോ നമസ്കാരം, എല്ലാവർക്കും RTPSCയുടെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞില്ല, വീഡിയോ ഒന്നും ചെയ്തിരുന്നില്ല. വ്യക്തിപരമായിട്ട് യാത്രയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ LD ക്ലർക്ക്, LPST, LGS തുടങ്ങിയ തസ്തികകളിലെ സാലറിയെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. എത്രത്തോളം സാലറി കിട്ടും എന്നുള്ളത് ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചിരുന്നു. മറുപടികൾ ഞാൻ പരമാവധി പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയിൽ നിന്ന് മാറ്റമായി കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ DA പ്രഖ്യാപിച്ചിട്ടുണ്ട്, 3% DA പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ മെഡിസെപ്പ് ഈ മാസം മുതൽ 500 എന്നുള്ള 750 ആയിട്ടുണ്ട്. അതിൽ പറഞ്ഞതിൽ വ്യത്യാസമുള്ളത് HRA മിനിമം 1250 ആണ്. ഞാനത് കുറച്ച് പഞ്ചായത്ത് പരിധിയിൽ അതിൻ്റെ കുറവും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു മാറ്റങ്ങളേ ഉള്ളൂ, അല്ലാതെ മറ്റ് കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ അത് വ്യക്തമാക്കിയതാണ്. അപ്പോൾ നമ്മൾ പതിവ് പോലെ സംസാരിക്കുന്നത് LD ക്ലർക്ക് റാങ്ക് ലിസ്റ്റിലെ സാധ്യതകളാണ്. LD ക്ലർക്ക് റാങ്ക് ലിസ്റ്റിലെ സാധ്യതകൾ ഓരോ കാറ്റഗറി വൈസ് കഴിഞ്ഞ 2 ലിസ്റ്റുകളിലെ എത്രത്തോളം നിയമനങ്ങളാണ് കിട്ടിയത് തുടങ്ങിയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ RTPSCയുടെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. ഇന്ന് മലപ്പുറം ജില്ലയിലെ സാധ്യതകളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റിൽ 931 പേരാണുള്ളത്. മെയിൻ ലിസ്റ്റിൽ കഴിഞ്ഞ ലിസ്റ്റിൽ 994 പേരുണ്ടായിരുന്നു. അങ്ങനെ 63 പേരുടെ ഒരു കുറവുണ്ട്. 63 പേര് കുറവാണ് കഴിഞ്ഞ ലിസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 913 പേര്, ഡിഫറൻലി ഏബിൾഡ് കാറ്റഗറിയിൽ 48 പേര്, ടോട്ടൽ 1892 പേരുണ്ട്. ഇനി ഓരോ കാറ്റഗറി വൈസാണ് നമ്മൾ നോക്കുന്നത്. കാറ്റഗറി വൈസ് നോക്കുമ്പോൾ ആദ്യം മുസ്ലിം കാറ്റഗറിയിൽ 286 പേരുണ്ട്. മുസ്ലിം കാറ്റഗറി 286 പേര് നോക്കിക്കഴിഞ്ഞാൽ 30.71% ഉണ്ട്. നമ്മുടെ മെയിൻ ലിസ്റ്റിൻ്റെ 30.71%, 12% റിസർവേഷൻ ഉള്ളത്. ഓരോ 100 നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം മുസ്ലിം കാറ്റഗറിക്ക് മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ ലിസ്റ്റുകളിൽ നിന്നും വലിയൊരു ബെനിഫിറ്റ് കിട്ടാത്തതാണ്. പക്ഷേ ഈ ലിസ്റ്റിൽ ചിലപ്പോൾ എൻ്റെ ഒരു അനുമാനം വെച്ച് ബെനിഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ആദ്യത്തെ 100 22 പേരാണുള്ളത്. പിന്നെ എല്ലാം അത്യാവശ്യം എണ്ണം ഉണ്ടെങ്കിൽ പോലും വലിയൊരു ബെനിഫിറ്റ് ഇല്ലെങ്കിൽ ചെറിയ രീതിയിൽ ആദ്യത്തെ നിയമനങ്ങളിലെങ്കിലും കുറച്ച് ബെനിഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. 100 മുതൽ 200 വരെ 35 പേര്, പിന്നെ 33, 35, 23, 38, 29, 32, 31, 9. ഞാൻ ഓരോ 100ലുള്ള എണ്ണമാണ് പറഞ്ഞത്, നിങ്ങൾ സ്ക്രീനിൽ കാണാം. അത് അങ്ങനെ ടോട്ടൽ 286 ആൾക്കാരുണ്ട്. അത് 30.71% ഉണ്ട്. 12% റിസർവേഷൻ ഉള്ളത്. ഇനി അടുത്ത് പറയുന്നത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, EWS. ഈ ലിസ്റ്റിൽ ഏറ്റവും സാധ്യതയുള്ള ഒരു വിഭാഗമാണ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 97 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. 10.41%, 10% റിസർവേഷനുണ്ട്. അതിൽ തന്നെ കുറേ പേര് ഓപ്പൺ കോമ്പറ്റീഷനിൽ പോകും. 1ാം റാങ്ക് തന്നെ EWS ആണെന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് സാധ്യതകളാണ്. EWSനാണ് ഈ ലിസ്റ്റിൽ അത്യാവശ്യം നല്ല സാധ്യതകളുള്ളതാണ്. EWS നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഓപ്പൺ കോമ്പറ്റീഷനേക്കാളും വളരെ വിദൂരമായിട്ടുള്ള റാങ്കുകളുള്ളവർ വരെ ഇതിൽ അഡ്വൈസ് ആവും. EWS ഓരോ 100, ആദ്യത്തെ 100 14 പേര്, രണ്ടാമത്തെ 100 9 പേര്, പിന്നെ 200 മുതൽ 300 വരെ 16 പേര്, 300 മുതൽ 400 വരെ 7 പേര്, 400 മുതൽ 500 വരെ 8 പേര്, 501 മുതൽ 600 വരെ 8 പേര്, 600 മുതൽ 700 വരെ 12 പേര്, പിന്നെ 9 ആൾ, 11 ആൾ, 3 ആൾ, അങ്ങനെ 97 പേരാണുള്ളത്. 10.41% ഉള്ളൂ. 10% റിസർവേഷനുമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സാധ്യതകളാണ്. SC 50 പേരുണ്ട്, 5.47, 8% റിസർവേഷൻ ഉണ്ട്. SC അധികം ബാധിക്കില്ല. ST ആരുമില്ല, മെയിൻ ലിസ്റ്റിൽ ആരുമില്ല. LC അതുപോലെ 7 പേര് ആണുള്ളത്. LCക്ക് നല്ല സാധ്യതയുള്ള ലിസ്റ്റാണിത്. LC 7 പേരാണുള്ളത്. ആദ്യത്തെ 100ൻ്റെ ഉള്ളിൽ 3 പേരുണ്ട്. 4% റിസർവേഷൻ ഉണ്ട് LCക്ക്. അതുകൊണ്ട് തന്നെ അത് വലിയ പ്രശ്നമല്ല. 0.75% വരുന്നുള്ളൂ. 7 പേര് എന്ന് പറഞ്ഞാൽ 1% താഴെ ആകെ വരുന്നുള്ളൂ. അതുകൊണ്ട് സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് തന്നെ കടക്കും തീർച്ചയായും. ആദ്യത്തെ 100ൻ്റെ ഉള്ളിൽ 3 പേരുണ്ട്. പിന്നെ 200 മുതൽ 300 വരെ ഒരാൾ, 500 മുതൽ 600 വരെ 2 ആൾ, 600 മുതൽ 700 വരെ ഒരാൾ, പിന്നെ അങ്ങ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എഴുതും. അതുള്ളൂ. അതുകൊണ്ട് LC കാറ്റഗറി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് വരെ നിയമനങ്ങൾ കിട്ടും, അതിലൊരു സംശയമില്ല. പിന്നെയുള്ള OBC 49 പേരുണ്ട്, 5.26%, 3% റിസർവേഷൻ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സാധ്യതകൾ പിന്നെ നമ്മൾ റൊട്ടേഷൻ തയ്യാറാക്കിയാലേ കൂടുതൽ സാധ്യതകൾ പറയാനുള്ളൂ. ചെറുമ അതൊരു 31 പേരുണ്ട്, അത് അത്യാവശ്യം എണ്ണമായി. ഇനിയും റൊട്ടേഷൻ തയ്യാറാക്കിയാലേ 3.32%, 3%ആണ് റിസർവേഷൻ ഉള്ളത്. SIC നടം 4 പേരേ ഉള്ളൂ, 0.42% വരുള്ളൂ. 1% റിസർവേഷൻ ഉണ്ട്. റാങ്ക് വരുന്നത് 90, 250, 303, 603 ഇങ്ങനെയുള്ള റാങ്കുകളിലാണ് വരുന്നത്. അത് തന്നെ 90ാമത്തെ റാങ്ക് റൊട്ടേഷൻ വെച്ച് ഇനി റിസർവേഷനിലാണോ ഓപ്പണിലാണോ പോകുന്നത്, മിക്കവാറും റിസർവേഷനിലായിരിക്കും പോകുന്നത്. എവിടെയാണ് റൊട്ടേഷൻ എൻഡ് ചെയ്യുന്നതെന്ന് അറിയില്ല. എൻഡ് ചെയ്ത്
അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. അടുത്ത റൊട്ടേഷൻ ചാർട്ട്, ഡെമോ റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കിയിട്ട് റാങ്ക് സാധ്യതകൾ പറയുന്ന ഘട്ടത്തിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. 280, 303, 603 ഒക്കെ 603 ഒക്കെ എന്തായാലും റിസർവേഷൻ കാറ്റഗറിയിൽ തന്നെയായിരുന്നു കയറി പോകുന്നത്. പിന്നീട് അങ്ങ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നും കയറും. ഹിന്ദു നാടാർ 7 പേരുണ്ട്, 0.75% ഉണ്ട്. റാങ്ക് 248, 277, 284, 437, 550, 664, 715 റാങ്കുകൾ വരുന്നുണ്ട്. അതിലും 1% റിസർവേഷൻ ഉള്ളത്. അതും ആദ്യത്തെ റാങ്കുകാരൊക്കെ റിസർവേഷനിലായിരിക്കും കയറി പോകുന്നത്. പിന്നീട് അങ്ങോട്ട് എങ്ങനെ പോകുന്നുള്ളത് 240, 200-ൻ്റെയും 300-ൻ്റെ ഇടയിലാണ് 3 പേരുള്ളത്. പിന്നെ 400-നും 500-ൻ്റെ ഇടയിൽ ഒരാൾ, 500-നും 600-ൻ്റെ ഇടയിൽ ഒരാൾ, 664, 715 റാങ്കുകൾ ഇങ്ങനെയാണുള്ളത്. SCCC ആരും ഇല്ല. ധീവര 6 പേരുണ്ട്. ധീവര 6 പേരുണ്ട്. 145, 431, 464, 649, 681, 732. ഇനി നമ്മൾ പറയുന്നത് ഈഴവയാണ് അത്യാവശ്യം വേണം. മലപ്പുറം ജില്ലയിലെ ലിസ്റ്റുകളിൽ സാധാരണത്തിൽ ഈഴവ ഉണ്ടാവാറുണ്ട്. ഓപ്പൺ കോമ്പറ്റീഷൻ്റെ തൊട്ട് മുകളിൽ ആണ് മിക്കവാറും അഡ്വൈസിൽ ഉണ്ടാകാറുള്ളത്. ഈ പ്രാവശ്യം അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ എണ്ണം നോക്കുന്നത് 303 പേരുണ്ട് ലിസ്റ്റിൽ. അത് ലിസ്റ്റിൻ്റെ 32.54% വരും. 14% റിസർവേഷൻ ഉള്ളത്. 14% റിസർവേഷൻ. ഓരോ 100-ലും 36 പേര്, ആദ്യത്തെ 100-ൽ 36 പേരുണ്ട്. 101 മുതൽ 200 വരെ 34 പേര്. പിന്നെ 201 മുതൽ 300 വരെ 26 പേര്. അതിലാണ് കുറച്ച് കുറവ് കാണുന്നത്. പിന്നെയുള്ളത് അതിൽ കൂടുതലാണ്, 30 കൂടുതലാണ്. പിന്നെ 37, 34, 28, 29, 35, 36, 303 പേരുണ്ട്. അതുകൊണ്ട് ഈഴവ റിസർവേഷൻ റൊട്ടേഷൻ തയ്യാറാക്കിയാലും കാസ്റ്റിൻ്റെ റിസർവേഷൻ സാധ്യതകൾ ബെനിഫിറ്റ് അധികം കിട്ടില്ല എന്നാണ് എനിക്ക് ഈ എണ്ണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം 32% കൂടുതൽ വരുമ്പോൾ സാധാരണത്തിൽ 14% റിസർവേഷനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബെനിഫിറ്റ് അധികം കിട്ടില്ല. കുറച്ച് പേർക്ക്, അതിൻ്റെ ഇടയിലുള്ള കുറച്ച് പേർക്കൊക്കെ കുറച്ച് നേരത്തെ കയറി പോകാൻ ചാൻസ് കിട്ടുമായിരിക്കും റൊട്ടേഷൻ തയ്യാറാക്കുമ്പോൾ. അല്ലാതെ വലിയൊരു ബെനിഫിറ്റ് ഇതിൽ നിന്ന് കിട്ടുന്നുള്ളത് തോന്നുന്നില്ല. കഴിഞ്ഞ ലിസ്റ്റുകളിൽ നിന്നും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അത് നിങ്ങൾക്ക് കഴിഞ്ഞ ലിസ്റ്റ് എൻ്റെ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരും സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് എങ്ങനെയാണെന്നുള്ളത്. ഇത്രയാണ് ലിസ്റ്റിൻ്റെ. പിന്നെ ലിസ്റ്റിൽ കട്ട് ഓഫ് 66 ആയിരുന്നു, നമുക്കറിയാം. ഇനി ഇതിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാനുള്ളത് ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ കുറച്ച് പേര് മെയിൻ ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. അവർ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതാണ്. തീർച്ചയായും ഇത്രയും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മെയിൻ ലിസ്റ്റിലേക്ക് എത്തി എന്നുള്ളത്. 198 റാങ്ക് ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ DALV ലോ വിഷനിൽ കയറിയിട്ടുണ്ട്, 198. അതുപോലെ DML 560 റാങ്ക്. അതുപോലെ DALV തന്നെ 781 റാങ്ക്. ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ 3 പേര് മെയിൻ ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ്. ഇനി നമ്മൾ കഴിഞ്ഞ 2 ലിസ്റ്റുകളുടെ നിയമന നിലയാണ്, എത്രത്തോളം നിയമനങ്ങൾ നടന്നു. കഴിഞ്ഞ ലിസ്റ്റ് എന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ഈ ലിസ്റ്റ് തുടങ്ങിയത് 1/8/2025 ഓഗസ്റ്റ് 1-നാണ്. അതിന് മുമ്പത്തെ ലിസ്റ്റ് 2022 ഓഗസ്റ്റ് 1-ന് തുടങ്ങിയിട്ടുണ്ട്. ആ ലിസ്റ്റ് ജൂലൈ 31, 2025 നമ്മുടെ ലിസ്റ്റിൻ്റെ തൊട്ട് തലേ ദിവസം അവസാനിച്ചു. ആ ലിസ്റ്റിൽ നിന്ന് എത്രത്തോളം നിയമനങ്ങൾ നടന്നു എന്ന് നമ്മൾ നോക്കണം. അതുപോലെ അതിൻ്റെ മുമ്പത്ത് ഒരു 2018 ഏപ്രിലിൽ തുടങ്ങി 2022 അവസാനിച്ച് 21-ൽ അവസാനിച്ച് ഒരു ലിസ്റ്റ് ഉണ്ട്. 2021-ൽ അവസാനിച്ച് പിന്നെ 2022-ലാണ് അടുത്ത ലിസ്റ്റ് തുടങ്ങിയത്. അത് കൊറോണ കാലമായിരുന്നു. അതിൻ്റേതായൊരു ഡിലേ അന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ ഗുണം കഴിഞ്ഞ ലിസ്റ്റിലുള്ളവർക്ക് കിട്ടിയിട്ടുമുണ്ട്. അതും കൂടി മനസ്സിലാക്കണം. കഴിഞ്ഞ ലിസ്റ്റിലുള്ളവർക്ക് 3 വർഷമല്ല, ഏതാണ്ട് ഒരു 4 വർഷത്തെ ബെനിഫിറ്റ് കിട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതിലേക്കാണ് ഇനി നമ്മൾ കിടക്കുന്നത്. കഴിഞ്ഞ ലിസ്റ്റിലെ ഫസ്റ്റ് അഡ്വൈസ് ലിസ്റ്റ് വന്ന് ഓഗസ്റ്റ് 1-നാണ് 2022. അതിലെ ഫസ്റ്റ് അഡ്വൈസ് വന്നത് സെപ്റ്റംബർ 29-നാണ്. സെപ്റ്റംബർ 29, 2022. അതായത് ഓഗസ്റ്റിൽ ലിസ്റ്റ് വന്നു, സെപ്റ്റംബർ ഒക്ടോബർ 29. അന്ന് 151 അഡ്വൈസാണ് പോയത്, 151. ഇപ്പോൾ ഓഗസ്റ്റ് കഴിയാനായി, സെപ്റ്റംബർ അവസാനമൊക്കെ ആകുമ്പോഴേക്ക് കഴിഞ്ഞ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ സാധ്യത എനിക്ക് അത്ര തോന്നുന്നു സെപ്റ്റംബർ ചിലപ്പോൾ ഒക്ടോബറൊക്കെ ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ സെപ്റ്റംബറിൽ 151 അഡ്വൈസ് പോയപ്പോൾ എത്ര റാങ്ക് വരെ പോയി എന്ന് നമുക്കൊന്ന് നോക്കാം. ഓപ്പൺ കോമ്പറ്റീഷൻ 93 റാങ്ക് വരെ, ഈഴവ 119, മുസ്ലിം 97, SC 347 റാങ്ക് വരെ, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 5, OBC 109, LC 503, വിശ്വകർമ്മ 115. ഞാൻ ഏതാനും കാറ്റഗറി എടുത്തിട്ടുള്ളൂ. കാരണം ഫസ്റ്റ് അഡ്വൈസിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഫസ്റ്റ് അഡ്വൈസിൽ കുറേ NJD ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ള മാറ്റങ്ങളുണ്ടാവും. എങ്കിലും അതായത് ഏത് കാറ്റഗറി വരെയാണ് നിയമനങ്ങൾ നടന്നത് എന്നാണ് കഴിഞ്ഞ ലിസ്റ്റിൽ എന്ന് പറഞ്ഞത് ഫസ്റ്റ് അഡ്വൈസിൽ. ഇനി കഴിഞ്ഞ ലിസ്റ്റിലെ ഏറ്റവും അവസാനത്തെ അഡ്വൈസ്, നമുക്ക് അവൈലബിൾ ആയ ഡാറ്റ വെച്ച് ഏറ്റവും അവസാനത്തെ അഡ്വൈസ് 13/8/2020, ഈ ഓഗസ്റ്റ് 13-ന് അയച്ച അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസ് വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ പറയുന്നത് 21/7/30/7/2025. അതായത് നമ്മുടെ ലിസ്റ്റ് 1-ാം തീയതി തുടങ്ങി 31 എന്നുള്ള ഒരു ദിവസത്തെ അഡ്വൈസ് പോയിട്ടുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല.
അതിന് മുമ്പുള്ള 30-ാം തീയതി വരെയുള്ള ഫുൾ അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി ലാസ്റ്റ് ദിവസം ഇങ്ങനെ അഡ്വൈസ് പോയിട്ടുണ്ടോ, അതിൻ്റെ ഡാറ്റ ഇനി വരാനുണ്ടോ എന്നറിയില്ല. അതുകൊണ്ടാണ് ഞാനത് ഒന്ന് വെയിറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസുമായി അപ്പോൾ തന്നെ ടോട്ടൽ അഡ്വൈസ് 1093 അഡ്വൈസ് കഴിഞ്ഞ് അയച്ചിട്ടുണ്ട്. 1093 നല്ല രീതിയിൽ നല്ല നമ്പർ തന്നെയാണ് 1093 എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് കിട്ടാനുള്ളത് ചിലപ്പോൾ ഒരു ദിവസത്തെയാണ്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഡേ അഡ്വൈസ് പല ജില്ലയിലും പോയിട്ടുണ്ടെന്നുള്ള പത്രവാർത്തകളും എല്ലാം കണ്ടിട്ടുണ്ട്. അവസാന നിമിഷം വരെ അഡ്വൈസ് പോയ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ലാസ്റ്റ് ഡേയിൽ അഡ്വൈസ് ഡീറ്റെയിൽസ് കിട്ടാനുണ്ടോ എന്നറിയില്ല. അല്ലാത്തതൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ 1093 അഡ്വൈസ് പോയിട്ടുണ്ട്. 1093 അഡ്വൈസ് ആയപ്പോൾ ഉള്ള എണ്ണമാണ് കാണിക്കുന്നത്. ഓപ്പൺ കോമ്പറ്റീഷൻ 779, ഈഴവ 782. ഞാൻ പറഞ്ഞില്ലേ ഈഴവ അതേ ഇതിൽ തന്നെയാണ് വരുന്നത്. ഓപ്പൺ കോമ്പറ്റീഷൻ്റെ തൊട്ട് മുകളിലാണ് വരുന്നത്. അതായത് ആ എണ്ണം കാരണമാണത്. കഴിഞ്ഞ ലിസ്റ്റൊന്നും ഏതാണ്ട് അങ്ങനെ തന്നെയായിരുന്നു. SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 45, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 24, മുസ്ലിം 785. മുസ്ലിം കാറ്റഗറി കണ്ടില്ലേ 785. അതേ എണ്ണത്തിന് 779 ഓപ്പൺ കോമ്പറ്റീഷൻ പോയപ്പോൾ 785 കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന്. പക്ഷേ ഈ ലിസ്റ്റിൽ നിന്ന് കുറച്ചും കൂടി ഒരു മാറ്റം ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു അനുമാനം. ഓപ്പൺ കോമ്പറ്റീഷനേക്കാളും കുറച്ചുകൂടി മുകളിലായിരിക്കും. LC ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 25, OBC 797, വിശ്വകർമ്മ വിത്ത് NOC കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് വിശ്വകർമ്മ അത്യാവശ്യം എണ്ണം ഉണ്ടായിരുന്നു. SIC നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 9, ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറിയിൽ LV സപ്ലിമെൻ്ററി ലിസ്റ്റ് 15, HI സപ്ലിമെൻ്ററി ലിസ്റ്റ് 12, LDOCP സപ്ലിമെൻ്ററി ലിസ്റ്റ് 12. ഇത് സപ്ലിമെൻ്ററി ലിസ്റ്റ് എന്ന് പറയുന്നത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടുകൊണ്ടാണ്. ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറിയിലേക്ക് ഒരു ലിസ്റ്റേ ഉള്ളൂ. സപ്ലിമെൻ്ററി ലിസ്റ്റ് കാരണം വേറെ അങ്ങനെ കൊടുക്കാറില്ല, ഒരു ലിസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക. ഇങ്ങനെയാണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നുള്ള നിയമനങ്ങൾ. 1093 അഡ്വൈസ് പോയിട്ടുണ്ട്, അത്യാവശ്യം നല്ലത്. ഇനി നമ്മൾ പറയുന്നത് അതിൻ്റെ തൊട്ട് മുമ്പത്തെ ലിസ്റ്റ്, അതായത് 2018 തുടങ്ങി 2021 അവസാനിച്ച ലിസ്റ്റ്. 2018 ഏപ്രിൽ 2 ആ ലിസ്റ്റ് നിലവിൽ വന്നത്. ആ ലിസ്റ്റിലെ കാര്യങ്ങളാണ് ഞാൻ ഇത്രയും അതിൻ്റെ മുമ്പത്തെ ലിസ്റ്റ് എടുക്കാൻ കാരണം ഏതാണ്ട് ഒരു 6 വർഷത്തെ നിയമന നില നമുക്ക് അറിയാൻ കഴിയും. അതുകൊണ്ട് ഏതാണ്ട് ഒരേ പാറ്റേണിൽ തന്നെയാണ് നിയമനങ്ങൾ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു ജില്ലയിൽ ഒരു 1000 അഡ്വൈസ് കഴിഞ്ഞ മുമ്പ് നടന്ന് അതിൻ്റെ മുമ്പത്തിൽ ഏതാണ്ട് ഒരു 1000-ഓട് അടുപ്പിച്ചായിരിക്കും. അല്ലാതെ 500 പെട്ടെന്ന് 1000 ആവുമൊന്നുമില്ല. ഒരേ പാറ്റേണിൽ തന്നെയാണ് നിയമന നിലയും ആ രീതിയും നടക്കുന്നത് എന്നുള്ളത് നമുക്കിത് മനസ്സിലാക്കാം. ഓരോ ജില്ലയും ഞാൻ ഒരുപാട് ജില്ലകളെ അനലൈസ് ചെയ്യുന്നു, പല റാങ്ക് ലിസ്റ്റുകളായി നോക്കുന്നുണ്ട്. അപ്പോഴുള്ള താരതമ്യ പഠനത്തിൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. വലിയൊരു കുറവോ വലിയൊരു കൂടുതലോ ഉണ്ടാവാറില്ല. ഏതാണ്ട് ആ ലെവലിൽ തന്നെയാണ് അഡ്വൈസ് വരുന്നത്. അത് നമുക്ക് ഈ എണ്ണം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും. കഴിഞ്ഞ ലിസ്റ്റിന് 1093 അതിൻ്റെ മുമ്പത്തെ ലിസ്റ്റിന് 1016 1000-ൻ്റെ റേഞ്ചിലാണ് വന്നത്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഞാൻ പറഞ്ഞു കുറച്ച് ഒരു 3 വർഷം നല്ല കുറച്ചധികം കിട്ടിയോണ്ട് ആ ഒരു മാറ്റം ഉണ്ട്. പിന്നെ കഴിഞ്ഞ ലിസ്റ്റിൽ രണ്ടാമത്തെ വർഷം കുറച്ച് കുറവായിരുന്നു എന്നുള്ളതും എല്ലാ ജില്ലയിലും അങ്ങനെ ഉണ്ട്. അതിൻ്റേതായ ഒരു താരതമ്യം വരും. ഈ 1016, 1200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000-ൽ കൂടുതലാണ്. ഈ 1016 അഡ്വൈസ് കഴിഞ്ഞതിൻ്റെ തൊട്ട് മുമ്പത്തെ ലിസ്റ്റിൽ വന്നപ്പോൾ ഉള്ള നിയമന നിലയാണ് നോക്കുന്നത്. ഓപ്പൺ കോമ്പറ്റീഷൻ 777. കഴിഞ്ഞ ലിസ്റ്റിൽ കണ്ടോ 779 ആയിരുന്നു, മറ്റ് 777 വരെ പോയിട്ടുണ്ട്. ഈഴവ 786, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 8, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 18, മുസ്ലിം 784, LC ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 12, OBC 801, വിശ്വകർമ്മ 1015, SIC നാടാർ 1265, SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 9, ധീവര 984, ഹിന്ദു നാടാർ 1078. ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറിയിൽ ഞാൻ എണ്ണം മാത്രമേ എടുത്തുള്ളൂ, റാങ്ക് അല്ല. LV, HI, LDCP എല്ലാം 8 ആളെയാണ് ഇതാണ് എടുത്തത് കഴിഞ്ഞതിന് തൊട്ട് മുമ്പത്തെ ലിസ്റ്റിൽ നിന്ന്. അതായത് 1016 അഡ്വൈസ്, കഴിഞ്ഞ ലിസ്റ്റിന് 1093 അഡ്വൈസ്, ഏതാണ്ട് ഒരേ റേഞ്ചിൽ തന്നെ. ഇനി കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഞാൻ പറഞ്ഞു കുറച്ചധികം കാലം കിട്ടി. അപ്പോൾ ഓരോ വർഷം എത്ര നിയമനങ്ങളാണ് നടന്നതെന്ന് നോക്കാം. കഴിഞ്ഞ ലിസ്റ്റിൽ നമുക്ക് ഒരു വർഷം എത്ര നിയമനങ്ങൾ നടക്കും, എത്ര പെട്ടെന്നാണ് നമുക്ക് ജോലിയിൽ കയറാൻ കഴിയുക എന്നുള്ള ആകാംക്ഷ ഉണ്ട്. ഓരോ വർഷം എത്രത്തോളം നിയമനങ്ങൾ നടന്നു എന്നല്ല, കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് എങ്ങനെയാണ് നടന്നതെന്നാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. ആദ്യ വർഷം ഞാൻ വർഷം കണക്കാക്കുന്നത് ഓഗസ്റ്റ് ടു ജൂലൈ ആണ്. കാരണം നമ്മൾ ലിസ്റ്റ് വന്നത് ഓഗസ്റ്റ് 1-നാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ജൂലൈ വരെ എത്രത്തോളം നിയമനങ്ങൾ നടന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ആദ്യത്തെ വർഷം നിയമനങ്ങൾ 374 അഡ്വൈസ് നടന്നിട്ടുണ്ട്. ആദ്യ വർഷം 374. അതിൽ തന്നെ 151 ഫസ്റ്റ് അഡ്വൈസാണ്, എങ്കിൽ വന്ന് 374. രണ്ടാമത്തെ വർഷം മിക്ക ജില്ലകളിലും നിയമനങ്ങൾ കുറവാണ്. താരതമ്യേന എല്ലാ ജില്ലകളിലും തന്നെ നിയമനങ്ങൾ കുറവായിരുന്നു രണ്ടാമത്തെ വർഷം. എന്നിട്ട് പോലും മലപ്പുറം 318 അഡ്വൈസ് പോയിട്ടുണ്ട്. 318 അഡ്വൈസ് പോയിട്ടുണ്ട്.
അപ്പോൾ 318, 320 എന്നുള്ളത് നമുക്കൊരു അത്രത്തോളം അഡ്വൈസ് ഏറ്റവും കുറഞ്ഞ ലെവലിൽ പോലും നടക്കുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല. അത്രയും നിയമനങ്ങൾ നടക്കാറുണ്ട്. ആ രീതിയിൽ നടന്നാൽ തന്നെ എത്രത്തോളം നിയമനങ്ങൾ നടക്കും, ഏറ്റവും കുറഞ്ഞ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു ഘട്ടത്തിൽ ഒരു ഡെമോ റൊട്ടേഷൻ ചാർട്ടൊക്കെ തയ്യാറാക്കി എങ്ങനെ റൊട്ടേഷൻ തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് കൂടി മനസ്സിലാവുന്ന രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. സമയത്തിൻ്റെ പരിമിതികൾ ഒഴിവാക്കിക്കൊണ്ട് ഞാൻ പരമാവധി ശ്രമിക്കാം. ഇനി മൂന്നാമത്തെ വർഷം ഇപ്പോൾ ഇത് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടിയവരെ 401 അഡ്വൈസ് പോയിട്ടുണ്ട്. 401 അഡ്വൈസ് മൂന്നാമത്തെ വർഷം 401 അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടോട്ടൽ 1093 അഡ്വൈസ് ഇതുവരെ പോയിട്ടുണ്ട്. ഇത്രയാണ് മലപ്പുറം ജില്ലയുടെ ലിസ്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല. ഇനി നമുക്ക് ലാസ്റ്റ് ഡേയുടെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതും കൂടി കിട്ടണം. എങ്കിൽ നമുക്ക് ബാക്കി ഡെമോ റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ ഇപ്പോൾ അവസാനിച്ച ആ സമയത്ത് NJD ഇല്ല, NCA ഇല്ല, അത് ഇപ്പോൾ ഇല്ല. ഇനി TPO ഉണ്ട്. TPO നിങ്ങൾക്ക് ലിസ്റ്റ് ഒന്ന് കാണാം. TPO എന്ന് പറഞ്ഞാൽ ടെമ്പററി പാസ്ഡ് അവർ. അതുകൊണ്ട് റൊട്ടേഷൻ തയ്യാറാക്കുമ്പോൾ TPO ആദ്യം NJD എടുക്കും, പിന്നെ NCA എടുക്കും, പിന്നെ പെൻഡിങ്ങിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യം എടുക്കും. അതൊന്നും കാണുന്നില്ല. അങ്ങനെ വരുമ്പോൾ NJD, NCA, ഇനിയിപ്പോൾ TPO ഉണ്ട്. TPOയും കൂടി എടുക്കും. TPO എണ്ണത്തിനനുസരിച്ചാണ് എനിക്ക് ആദ്യം 7 വേണമുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് കാണാം TPO എന്താണുള്ളത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഘട്ടത്തിൽ നമുക്ക് സമയത്തിനനുസരിച്ച് ചെയ്യാം. ഞാൻ LD തന്നെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൻ്റെ കാര്യങ്ങൾ അടുത്ത ദിവസം തന്നെ ഞാനിത് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം, മറുപടി പറയാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.